തിരുവനന്തപുരം നെടുമങ്ങാട്ട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരന് ദാരുണാന്ത്യം. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. അടുത്തെത്തിയ ശേഷമാണ് മരം ഒടിഞ്ഞു കിടക്കുന്നത് കണ്ടതെന്നും ബൈക്ക് നിർത്താനായില്ല എന്നും അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അമൽനാഥ് 24-നോട് പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് കേറ്ററിങ്ങിന് പോയിട്ട് വരുന്ന വഴി പുത്തൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോസ്റ്റും വീണ് ഒരു മരവും റോഡ് വീണ് കിടക്കുമായിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. ദൂരെ നിന്ന് വേറെ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടില്ല. അടുത്തെത്തിയപ്പം കണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ആ കമ്പിൽ ഇടിച്ച് നമ്മൾ തെറിച്ച് വീണ്. ബാക്കിൽ ഞാനും പിന്നെ ചേട്ടനും തെറിച്ച് വീണ്. ഇവനെ കിച്ചു ആണെങ്കിൽ അവിടെ തന്നെ ബൈക്കിൽ കാലായി അവിടെ തന്നെ കിടക്കുമായിരുന്നു. ഇത് നമ്മൾ വീണ് എണിച്ചു വന്ന് ഇവനെ പിടിച്ചതും നമ്മളെ ഷോക്കടിച്ച്. ഇവന്റെ ദേഹത്ത് ഇറത്തുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ കാലിൽ കൂടെ ലൈൻ കമ്പി ചെയ്ത് പോണ കണ്ട് നമ്മൾ കമ്പും ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് ഇത് പൊക്കാൻ നോക്കിയിട്ട് അവനെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ എറുത്തുണ്ടായിരുന്നു. പിന്നെ ഇട്ടിരുന്ന ഷർട്ടൊക്കെ ഊരിയാണ് നമ്മൾ അവനെ കാലിൽ കൂടെ ഇട്ടാണ് പിടിച്ച് നീക്കി കിടത്തിയത്. ഇതാണ് അത്ര നേരം അവനെ ഷോക്ക് കയറ്റി. അപ്പൊ അവന്റെ ബോധമില്ലായിരുന്നു. KCB പോസ്റ്റിന് ബലക്ഷയമുണ്ടായിരുന്നുവെന്ന് MLA DK മുരളി സമ്മതിച്ചു. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊരു മരമാണ് ഒടിഞ്ഞു വീണത്. അവിടെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെവിക്കൊണ്ടില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അതെല്ലാം ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എല്ലാ ലൈനുകളും ഓവർഹെഡ് ലൈനാണ്. അപ്പോൾ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അക്കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. നമുക്കേതായാലും ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബത്തോടൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു കടമ. അപകടമുണ്ടായ പാമ്പാടി പനവൂർ പ്രദേശങ്ങളിലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, ഇതിൽ പ്രധാനമായി ഉയരുന്നത് 2 ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ മരം മുറിക്കാതിരുന്നത്? അപകടാവസ്ഥയിലായ മരം മുറിക്കാതിരുന്നത് എന്തുകൊണ്ട്? ബലക്ഷയം വന്ന പോസ്റ്റ് അത് മാറ്റാതിരുന്നത് എന്തുകൊണ്ട്? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതല്ലേ? ഒരു മരണം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം 1-2 മാസം മുൻപ് ആലപ്പുഴയിൽ സമാനമായ രീതിയിൽ ഒരു മരണം സംഭവിച്ചതാണ്. തീർച്ചയായും അനുജ, എന്തായാലും ഇന്നലെ രാത്രി 12:30-ക്ക് ശേഷം 1 മണിയോട് അടുക്കുന്നു ഈ പാമ്പാടി എന്ന് പറയുന്ന ഞാൻ നിൽക്കുന്ന ഈ ജുമാ മസ്ജിദിന് മുന്നിൽ ഈ ഒരു അപകടം നടക്കുന്നത്. കാറ്ററിംഗ് ജോലിക്ക് പോയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു 19-കാരനായിട്ടുള്ള കിച്ചു എന്ന അക്ഷയും അതുപോലെ തന്നെ അക്ഷയിന്റെ 2 സുഹൃത്തുക്കളും. തൊട്ടടുത്തുവരെ അവർ 2 വാഹനങ്ങളിലായി വന്നതിനു ശേഷം ഇതിന് തൊട്ടു മുമ്പ് എത്തി ഈ ഒരു ഇരുചക്ര വാഹനത്തിൽ കയറുകയും വീടിന് സമീപത്തേക്ക് പോകുകയുമായിരുന്നു. ഇവർ വരുമ്പോഴേക്കും ഈ പോസ്റ്റ്, അതായത് ഈ ജുമാ മസ്ജിദിലേക്ക് കണക്ഷൻ ലൈൻ വലിച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അത് ബലക്ഷയമുള്ള പോസ്റ്റാണ്. എവിടെയോ ഒടിഞ്ഞു കിടന്ന ഒരു പോസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. പ്രധാന ലൈനുകൾ പോകുന്ന പോസ്റ്റല്ല. ഇതിൽ നിന്ന് ഈ മരക്കൊമ്പ് വീഴുകയും ലൈനിൽ വീഴുകയും തുടർന്ന് ഈ പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണ് കിടക്കുകയുമായിരുന്നു. ഇവർ വരുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് വേണം ഇത് സംഭവിച്ചതെന്നാണ് ഈ ഒപ്പമുണ്ടായിരുന്ന അമൽ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ ഇവിടെയൊന്നും ഈ ലൈൻ പൊട്ടിയത് കാരണം ഈ ജുമാ മസ്ജിദിൽ വലിയൊരു ലാമ്പൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് ലൈറ്റിന് വേണ്ടി, തെരുവിളക്ക് പോലെ. പക്ഷെ അതൊന്നും കത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ വേണ്ടി സാധിച്ചില്ല. തുടർന്ന് ഈ ലൈനിലേക്ക് അടുത്തെത്തുമ്പോൾ ബ്രേക്ക് ശക്തമായി ഇവർ പിടിക്കുന്നു. ഇവർ രണ്ടുപേരും പുറകിലിരുന്ന 2 പേരും തെറിച്ച് വീഴുന്നു. പക്ഷേ അക്ഷയ് ഈ ലൈൻ കമ്പിയുടെ അടുത്തേക്കാണ് വീഴുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് ഷോക്ക് ഏൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. DK മുരളി MLA പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു എന്നൊക്കെ ഉള്ള ചില വിവരങ്ങൾ വരുന്നു. പക്ഷേ അതിന്റെ ഉടമയൊക്കെ അത് നിഷേധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഈ മരങ്ങൾ മുഴുവനായി മുറിച്ചു മാറ്റാനും തയ്യാറാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ തുടർന്ന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. അവിടുന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഈ മോർച്ചറിയിലേക്ക് മാറ്റുകയും ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പനവൂരിലെ KCB ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുവാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. അനുജ, നെടുമങ്ങാട്ടാണ് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണ് ഷോക്കേറ്റൊരു യുവാവ് മരണമടഞ്ഞത്. 19 വയസ്സുകാരനായിരുന്നു. കേറ്ററിംഗ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. കൂടാതെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. മരം വീണു. അത് എന്തുകൊണ്ടാണ് ആ മരം നേരത്തെ മുറിക്കാതിരുന്നത് എന്ന ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ബലക്ഷയം വന്ന പോസ്റ്റാണ് എന്നത് MLA തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു.